ശൈഖുനാ കുണ്ടൂർ ഉസ്താദ് ചരിത്രത്തിന്റെ ദിശാസന്ധിയിൽ ആധ്യാത്മികതയുടെ വിപ്ലവം രചിച്ചവർ. ഒരായുസ്സിന്റെ കർമ്മഫലത്തിൽ ആത്മീയ കൈരളിക്ക് ജാജ്വല പൂക്കൾ വിതറിയവർ. പ്രവാചക പ്രേമത്തിന്റെ അവാച്യാനുഭൂതികൾ സാക്ഷര കൈരളിക്ക് സമ്മാനിച്ചവർ കുണ്ടൂർ ഉസ്താദ്. സുന്നി കൈരളിക്ക് അപരിചിതമല്ല ആ നാമം. അന്ധകാരത്തിന്റെ തമോഗർത്തങ്ങളിൽ, അപക്വമായ കേളികളിൽ അൽപായുസിന്റെ ജീവിതത്തിൽപ്പെട്ട ആലംബഹീനർക്ക് ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രഭാമഞ്ജിരം കാണിച്ചവർ. ആ ജീവിതം ഒരു സചര്യയാണ്. പുതുതലമുറയുടെ വിശ്വാസ വിപ്ലവത്തിന് കാതൽ സമ്മാനിച്ച ആ പണ്ഡിതന്റെ, ഗുരുവിന്റെ ജീവിത ദൃശ്യാവിഷ്കാരം കുണ്ടൂർ ഉസ്താദ്. തെന്നിന്ത്യയിലെ ഗരീബ് നവാസ് ചരിത്ര കഥാപ്രസംഗം. രചന റഷീദ് മോങ്ങം. അവതരണം മുർഷിദ് അമീർഷാദ് കോട്ടക്കൽ. ആലാപനം ജുനൈസ് മണ്ണാർക്കാട്. നിർമ്മാണം അബ്ദുസമദ് കൂരിയാട് ആൻഡ് MC തൃശൂർ. സംവിധാനം യാജ് അൽഫാവലി പെരുമണ്ണ ചിറക്കൽ. സ്പെഷ്യൽ താങ്ക്സ് റഷീദ് ജലാൽ സഖാഫി വില്ലൂർ. പ്രിയരെ, ആഷിഖ് റസൂൽ ശൈഖുനാ കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് അറിയാത്തവരായി ആരുമുണ്ടാകില്ല. ആ വിശുദ്ധ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ ഇശലും കഥയുമായി കോർത്തിയിണക്കി ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദിയിൽ ബിസ്മിയതും മികയും സലാത്തു സലാമുമതോതി മഹിമയിൽ ഞങ്ങൾ ഉരയ്ക്കുന്നേ. മലരാം നിലിരാം കുളിരാം തളിരാം ജഗമശിഹൂരാം കുണ്ടൂരുസ്താദിൻ തിരുചരിതം. കുണ്ടൂരുസ്താദിൻ തിരുചരിതം. ആദിയിൽ ബിസ്മിയതും മികയും സലാത്തു സലാമുമതോതി മഹിമയിൽ ഞങ്ങൾ ഉരയ്ക്കുന്നേ. മലരാം നിലിരാം കുളിരാം തളിരാം ജഗമശിഹൂരാം കുണ്ടൂരുസ്താദിൻ തിരുചരിതം. കുണ്ടൂരുസ്താദിൻ തിരുചരിതം. സാന്ത്വനവും സേവനമില്ലെങ്കിലിളങ്ങിയ പൊൻകമരാ ശാന്തി സ്വരമൊഴുകും പതിതങ്ങളിൽ തുണകരമേറെ ചൊരിന്തവരാ. സ്നേഹസാന്ത്വനവും സേവനമില്ലെങ്കിലിളങ്ങിയ പൊൻകമരാ ശാന്തി സ്വരമൊഴുകും പതിതങ്ങളിൽ തുണകരമേറെ ചൊരിഞ്ഞവരാ. വിനയത്തിൽ മറുപടി സദാ തിരുനബി മധുകൾ ചൊരിയുന്നിതാ. അനുപമ ജീവിതത്തിൽ വിശുദ്ധ കഥ സ്വന്തമിൽ വസന്തമാകും പരിണിതമാ. കുണ്ടൂരിൻ ജ്യോതി മഹിയിൽ വിളങ്ങിടുമീക്കാതി. കുണ്ടൂരിൻ ജ്യോതി മഹിയിൽ വിളങ്ങിടുമീക്കാതി. അറിവിൻ നിരകുടമായി കെളിക്കട്ട വലിയ കറാമത്തുമേറെ ജ്വലിച്ച ചരിതം ഇശലായി കഥയായി ഞങ്ങൾ ഉരയ്ക്കുന്നേ. ആദിയിൽ ബിസ്മിയതും മികയും സലാത്തു സലാമുമതോതി മഹിമയിൽ ഞങ്ങൾ ഉരയ്ക്കുന്നേ. മലരാം നിലിരാം കുളിരാം തളിരാം ജഗമശിഹൂരാം കുണ്ടൂരുസ്താദിൻ തിരുചരിതം. കുണ്ടൂരുസ്താദിൻ തിരുചരിതം. തെന്നിന്ത്യയിലെ ഗരീബ് നവാസ്, മലബാറിലെ ബൂസൂരി. അതെ, അതായിരുന്നു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. തിരുനബിയെ സ്നേഹിച്ച് അശരണരെ സേവിച്ച് അനാഥകൾ കത്താണിയായി ആധ്യാത്മികതയുടെ ഉന്നത സോപാനങ്ങൾ കീഴടക്കിയ മഹത് വ്യക്തിത്വം. കേവലം 7 പതിറ്റാണ്ടിന്റെ ജീവിതം കൊണ്ട് എത്രയോ നൂറ്റാണ്ടിന്റെ കർമ്മഫലം വിളയിച്ച മഹാമനുഷ്യയായിരുന്നു അദ്ദേഹം. ആദിയും ആകുലതയും നിറഞ്ഞ മനുഷ്യ മനസ്സുകളിൽ സാന്ത്വനത്തിന്റെ തെളിനീർ പകർന്ന് നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ വിശുദ്ധ ജീവിതം വിജ്ഞാനവും വിനയവും ജീവിതമുദ്രയാക്കി ഇഷ്കിന്റെ സുരാലയ സോപാനങ്ങളിൽ വിരാജിച്ച് പ്രകീർത്തന മഞ്ചരികൾ വിരിച്ച് അണയാത്ത ദീപമായി
ഇന്നും ജനമനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് കുണ്ടൂർ ഉസ്താദ്. ആ വിശുദ്ധ ജീവിതത്തിന്റെ ധന്യ നിമിഷങ്ങളിലേക്കുള്ള മഹാകവാടം തുറക്കപ്പെടുകയാണ് ഇവിടെ. സഞ്ചരിക്കാം നമുക്ക് അനുപമ ജീവിതത്തിന്റെ കുളിര് പകരുന്ന ഹരിത താഴ്വാരയിലേക്ക്. സനത്തിനാലേടി 930 മഞ്ജുമതേറ്റി, സനദീനാലേടി 930 മഞ്ജുമതേറ്റി. ഷഹരീന ജൂലൈയിലെ 13 പൊൻസുദിനം തിരൂരങ്ങാടിയതെന്നൊരു സുന്ദര ദേശം, സൗഭഗ ചരിതമുറങ്ങും പ്രദേശം, മമ്പുറം വലിയൊരു സമീപത്തെ ദേശം, ഒളിലെങ്കും താരകമയുദിച്ച വിശേഷം. ഖദീജ കുഞ്ഞി മുഹമ്മദിയിലന്നൊരു മകൻ വരവായി, പ്രപഞ്ചനാഥൻ ജഗത്തിൽ അവരെ വരുത്തി പൊൻവരമായി, പ്രപഞ്ചനാഥൻ ജഗത്തിൽ അവരെ വരുത്തി പൊൻവരമായി. താളം മുറിയാതെ സ്വച്ഛന്തം ഒഴുകുന്ന കടലുണ്ടി പുഴയുടെ ഓരത്ത് മനം കവരുന്ന ഹരിത കാഴ്ചകളും കുത്തുബുസമാൻ മമ്പ്രം സയ്യിദ് അലവി തങ്ങളുടെ ധന്യ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ്, അടങ്ങാത്ത വിജ്ഞാന ദാഹത്തിന് ശമനം നൽകിക്കൊണ്ട് ഇന്നും പരിലസിക്കുകയാണ് ഈ ഭൂമിക. ഒരുപാട് പണ്ഡിത കേസരികളെ സമ്മാനിച്ച് പഴമയുടെ പ്രൗഢിയിൽ തിളങ്ങി നിൽക്കുന്ന പ്രദേശം. ഈ വിശുദ്ധ ഭൂമിയിലാണ് നമ്മുടെ കഥാനായകന്റെ ജനനം. നമ്മുടെ പറമ്പത്ത് കുഞ്ഞു മുഹമ്മദിന്റെയും ഭാര്യ ഖദീജയുടെയും പൊന്നോമിനയായി 1935 ജൂലൈ 13 കുണ്ടൂർ ഉസ്താദ് ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. ആ വിശുദ്ധ പിറവിൽ ആ മാതാപിതാക്കളുടെ മനം കുളിരണിഞ്ഞു. സന്തോഷത്തിന്റെ മാരിവില്ലുകൾ അവരുടെ ഹൃദയാന്തരത്തിൽ പൂത്തുലഞ്ഞു. പിഞ്ചു പൈതലിനെ മാറോടി ചേർത്ത് മാതൃത്വത്തിന്റെ ആദ്യ സന്ദേശങ്ങൾ കൈമാറി സ്നേഹവും പരിലാളനയും പകർന്നു നൽകി. ഒരു അമൂല്യ നിധിയായി അവർ കുഞ്ഞിനെ താലോലിച്ചു. സുഹ്റാം അബ്ദുൽ ഖാദറതും കുഞ്ഞിലവരിസുമായി ചാർത്തുന്നു, സുഹ്റാം അബ്ദുൽ ഖാദറതും കുഞ്ഞിലവരിസുമായി ചാർത്തുന്നു. കരളിൻ കുളിരായി കുളിർമയായി അവർ വളരുന്നു. ചെറുപ്പമിൽ തന്നെ പിതാവും പാത്താകുന്നു. ഉമ്മത്തൻ തണലിൽ തീമായി വളർന്ന് കഥനം നിറഞ്ഞൊരു ജീവിതമെന്ന്. ത്യാഗങ്ങളേറെ സഹിച്ചുയർന്നവർ ലവണ്യ താരകമായി, വിശുദ്ധ ജീവിതം നയിച്ചിടുന്നവർ ധരണിയിൽ ഹിരമായി. മോഹക്കനിയായി പിറന്നു വീണ കുഞ്ഞിനൊരു പേര് നൽകണം. അതിൽ ആ ദമ്പതികൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഔസുൽ ആളം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറൽ അസീസ് തങ്ങളുടെ നാമമാണ് അവർ കുഞ്ഞിന് നൽകിയത്. അബ്ദുൽ ഖാദർ എന്നവർ കുഞ്ഞിനെ വിളിച്ചു. മാതാപിതാക്കളുടെ സ്നേഹത്തലോടലേക്ക് ജീവിതത്തിലേക്ക് പിച്ചവെക്കുകയായിരുന്നു ആ പിഞ്ചു പൈതൽ. കുഞ്ഞിന്റെ ഓരോ ഹൃദയമിടിപ്പിലും സ്വപ്നങ്ങളുടെ നിറച്ചാത്തുകൾ കാത്തു സൂക്ഷിച്ച് ചുടിച്ചുംബനങ്ങളേറ്റ് മാതാപിതാക്കളുടെ സ്നേഹകരങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. പൊന്നുപ്പയുടെ വേർപാട് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ആഘാതം. ഖദീജ മഹദിയുടെ ഉള്ളം പിടഞ്ഞു. പൊന്നോമനക്ക് വെറും 2 വയസ്സേ എത്തിയിട്ടുള്ളൂ. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ യതീമായി വളരേണ്ട ദുർഗതിയോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും സ്വഭാവ മഹിമയും കുഞ്ഞിൽ പ്രകടമായി തുടങ്ങി. ഇന്ന് കുഞ്ഞിന് 5 വയസ്സായിരിക്കുന്നു. ഇനി അവന് നല്ല വിദ്യാഭ്യാസം നൽകണം. ആ മാതാവ് അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അഹമ്മദ് മൊല്ലയുടെ ഒത്തുപള്ളിയിൽ നിന്നും അറിവ് നുകർന്ന്, അഹമ്മദ് മൊല്ലയുടെ ഒത്തുപള്ളിയിൽ നിന്നും അറിവ് നുകർന്ന്, അക്ഷര വിദ്യ വീടൻ നിന്നും പഠിക്കുന്നേ. തിരൂരങ്ങാടി LP സ്കൂളിൽ നിന്ന് ഭൗതിക വിദ്യതും അവർ നുകരുന്ന്. മദ്രസ ഗന്ധതരവും കഴിയുന്നേ. ആവേശമാലന്ന് ദരസ് ജീവിതം അവർ തുടങ്ങുന്നേ. വിജ്ഞാന കുതികിയ തീയ വഴിയിൽ അവരിറങ്ങുന്നേ. ഈസ്റ്റ് ബസാറിലെ അഹമ്മദ് മൊല്ലയുടെ ഓത്തുപള്ളി. അവിടെ നിന്നാണ് ഉസ്താദ് അറിവിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഈ കാലയളവിൽ തന്നെ തിരൂരങ്ങാടി LP സ്കൂളിൽ നിന്നും ഭൗതിക വിദ്യയും കരഗതമാക്കി. ആത്മീയതയുടെ ചൂടും ചൂരും നുകരാൻ ദറസ് പഠനത്തിലേക്കിറങ്ങി. പരമ്പരാഗത ദർശൻ കേളിക്കേട്ട ഇരുമ്പ് ചോലയിൽ മർഹൂം KMSA പൂക്കോയെ തങ്ങളുടെ അടുത്തായിരുന്നു ആദ്യ പഠനം. പിന്നീട് പട്ടാമ്പിയിലും വൈലത്തൂരിലും പാലച്ചിറമാട്ടിൽ നിന്നുമെല്ലാം വിജ്ഞാനത്തിന്റെ മധുസുമങ്ങൾ ഉസ്താദ് നുകർന്നു. പാലച്ചിറമാട്ടിൽ ഓതി പഠിക്കുന്ന കാലം മർഹൂം അലവി മുസ്ലിയാറാണ് ഉസ്താദ്.
വിദ്യാർത്ഥി ജീവിതത്തിന്റെ അവസാന വർഷമാണ്. അറിവിന്റെ അഗാധതയിലേക്കിറങ്ങിയുള്ള പഠനം, ഗഹനമായ ചർച്ചകൾ, അന്ത്യയുടെ അന്ത്യാമം വരെ നീളുന്ന കിതാബ് ഉത്വാല. നീണ്ട പഠന വർഷത്തിന് വിരാമമിടാൻ പോവുകയാണ്. ഒരു ഇഹ്റവിയായ പണ്ഡിതന്റെ പക്വതയും പാകതയും ഉസ്താദിന് കൈവന്നിരിക്കുന്നു. ആ അതുല്യമായ പഠന തപസ്യ ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കുകയാണ്. വരുന്നന്ന് ക്ലാരിച്ചനക്കലിൽ നിന്നും ഉസ്താദിൻ സവിധമിലന്ന് ആ നാട്ടിലെ കാരണവർ അവർ ഒരുമയിൽ വന്നെന്നുരത്ത് അതിലെ തിരുദീനിൻ ചൈതന്യമം പള്ളിയൊന്ന് ക്ലാരി നാട്ടിൽ ഞങ്ങളെടുത്ത് അവിടെ ദർസ് തുടങ്ങിടാൻ മുദ്രസിനെ നൽകിടുവാൻ അവരൊരുത്ത്. ഒരു ദിവസം പാലിച്ചിറമാടി ജുമാഅത്ത് പള്ളിയിലേക്ക് അടുത്ത പ്രദേശമായ ക്ലാരിച്ചനക്കലിൽ നിന്നും കുറച്ചാളുകൾ വരുന്നു. ക്ലാരി പുതുതായി എടുത്ത പള്ളിയിലേക്ക് യോഗ്യനായ ഒരു മുദരിസിനെ നിശ്ചയിക്കണം. നല്ലൊരു ദറസ് തുടങ്ങണം. അതിന് പറ്റുന്നയാളുകൾ അലവി മുസ്ലിയാരുടെ അടുക്കൽ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരവും ലഭിച്ചു. തന്റെ അടുത്ത് പഠിക്കുന്ന കുണ്ടൂരിലുള്ള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അവിടേക്ക് ദറസ് നടത്താൻ അലവി മുസ്ലിയാർ നിശ്ചയിക്കുകയാണ്. ഓർക്കപ്പുറത്തിലൊരു സൗഭാഗ്യമായി വരുത്താനേ അവരെന്ന് ക്ലാരിയിൽ ആവേശമാലത്തില്ലെന്നു ദർസ് തുടങ്ങാനേ. ഓർക്കപ്പുറത്തിലൊരു സൗഭാഗ്യമായി വരുത്താനേ അവരെന്ന് ക്ലാരിയിൽ ആവേശമാലത്തില്ലെന്നു ദർസ് തുടങ്ങാനേ. അപ്രതീക്ഷിതമായി ലഭിച്ച സൗഭാഗ്യം. കോളേജിൽ പോയി സനതെടുക്കും മുമ്പ് ദറസ് തുടങ്ങുകയാണ് കുണ്ടൂർ ഉസ്താദ്. 12 വിദ്യാർത്ഥികളെ കൊണ്ടാരംഭിച്ച ദറസ് പിന്നീട് 50ഓളം വിദ്യാർത്ഥികൾ വരെ ഒരേ സമയം ഉസ്താദിന്റെ അടുത്തു നിന്ന് അറിവ് നുകർന്നിട്ടുണ്ട്. ശിഷ്യഗണങ്ങൾക്ക് സ്നേഹവും ശിക്ഷണവും നൽകി അവരുടെ പ്രിയപ്പെട്ട ഉസ്താദായി മാറി. അങ്ങനെ കേരളത്തിലെ കേളികെട്ട ദറസ് ഭൂപടത്തിൽ ക്ലാരിച്ചനക്കൽ ജുമാഅത്ത് പള്ളിയും ഇടം പിടിച്ചു. വർഷമൊന്നര കഴിഞ്ഞതും പിന്നവർ പോകുകയാണ്. അവിടനിൽ നിന്നും വെല്ലൊരു ബഖിയത്തിലേക്ക് സനദിനുമാണ്. വർഷമൊന്നര കഴിഞ്ഞതും പിന്നവർ പോകുകയാണ്. അവിടനിൽ നിന്നും വെല്ലൊരു ബഖിയത്തിലേക്ക് സനദിനുമാണ്. 1.5 വർഷത്തെ അധ്യാപനത്തിന് ശേഷം ഉസ്താദ് സനതെടുക്കാനായി ബാക്കിയാത്തിലേക്ക് പോയി. 2 വർഷത്തെ കോളേജ് പഠനവും പൂർത്തിയാക്കി ഉസ്താദ് വീണ്ടും ക്ലാരിയിൽ തന്നെ തിരിച്ചെത്തി. ഉസ്താദിന്റെ പഠനകാലത്ത് തന്നെയായിരുന്നു ഉസ്താദിന്റെ വിവാഹം നടന്നത്. പ്രമുഖ പണ്ഡിതനായിരുന്ന പകര മുഹമ്മദ് മുസ്ലിയാരുടെ മകൾ ഫാത്തിമയായിരുന്നു അവിടുത്തെ സഹധർമ്മിണി. ആ ദാമ്പത്യ വല്ലരിയിൽ 9 കുസുമങ്ങൾ വിരിഞ്ഞു. ആധ്യാത്മികതയിലുന്നത പദവിയിൽ ഉസ്താദും ഇടം പിടിക്കുന്നേ. ചാപ്പനങ്ങാടി ബാപ്പുസ്താദിൻ തർബിയത്തിൽ ആത്മജ്ഞാനവും നുകരുന്നേ. ആധ്യാത്മികതയിലുന്നത പദവിയിൽ ഉസ്താദും ഇടം പിടിക്കുന്നേ. ചാപ്പനങ്ങാടി ബാപ്പുസ്താദിൻ തർബിയത്തിൽ ആത്മജ്ഞാനവും നുകരുന്നേ. പ്രശസ്ത സൂഫി വര്യനായിരുന്ന ഷേഖുന ചാപ്പനങ്ങാടി ബാപ്പുസ്താദ്, അദ്ദേഹമാണ് കുണ്ടൂർ ഉസ്താദിന്റെ ആത്മീയ ഗുരു. ആധ്യാത്മിക ലോകത്തേക്ക് ഉസ്താദിനെ കൈപ്പിടിച്ചു വഴി നടത്തിയത് അദ്ദേഹമാണ്. അക്കാലത്ത് ഒരുപാട് ദിക്ർ ഹൽക്കകൾക്കും ദ്വാ മജ്ലിസുകൾക്കും നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നത് ബാപ്പുസ്താദായിരുന്നു. ഒരിക്കൽ ബാപ്പുസ്താദിനെ കാണാൻ വേണ്ടി കുണ്ടൂർ ഉസ്താദ് ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞത് 2,50,000 ദിക്ർ ചൊല്ലിക്കോളൂ, 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാലോ എന്നായിരുന്നു. ഉസ്താദ് ദിക്ർ ചൊല്ലാൻ തുടങ്ങി. ഏതാണ്ട് 1 ലക്ഷമായപ്പോഴേക്കും ഉസ്താദിന്റെ മാനസിക പരിവർത്തനങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഭൗതികതയിൽ അഭിരമിച്ചിരുന്ന മനസ്സ് പതിയെ ആധ്യാത്മികതയിൽ അഭയം പ്രാപിക്കാൻ തുടങ്ങി. തെഹിലീലിന്റെ തെളിനീരിൽ ഒഴുകിയെടുത്ത മനസ്സും ശരീരവും ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. മനസ്സിൽ നിറയെ അല്ലാഹ് എന്ന ഒരൊറ്റ ചിന്ത മാത്രം ഇടം പിടിക്കുന്നു. ഷേഖുന കുണ്ടൂർ ഉസ്താദ് വിലായത്തിന്റെ ഓരോ മർത്തബയും കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ സ്നേഹിച്ചൊരു ജന്മം, വിശുദ്ധമാന സേവന കർമ്മം, ഹബീബിൻ തിരുമൊഴി അനർത്ഥമാക്കും ജീവിത രീതിയത്.
മണ്ണിലേറെ വൃക്ഷ തൈകൾ പീഡിപ്പിച്ച് റോഡ് പണി കഴിപ്പിച്ച് പാതകൾ വെട്ടി തെളിച്ച് അവരന്ന് ആത്മീയമായി ജ്വലിച്ച് പ്രകൃതിയെ സ്നേഹിച്ചൊരു ജന്മം വിശുദ്ധമാന സേവന കർമ്മം ഹബീബിൻ തിരുമൊഴി അനർത്ഥമാക്കും ജീവിത രീതിയത് മണ്ണിലേറെ വൃക്ഷ തൈകൾ പീഡിപ്പിച്ച് റോഡ് പണി കഴിപ്പിച്ച് പാതകൾ വെട്ടി തെളിച്ച് അവരന്ന് ആത്മീയമായി ജ്വലിച്ച്. ആധ്യാത്മിക ജീവിതം നയിക്കുമ്പോഴും ഉസ്താദിന്റെ മനസ്സെപ്പോഴും പാപങ്ങളോട് കൂടിയായിരുന്നു. സഹനത്തിന്റെയും സഹജീവ സ്നേഹത്തിന്റെയും എന്നു മാത്രമല്ല പ്രകൃതിയെ തന്നെ പരിപാലിക്കുന്ന മനസ്സായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. കുണ്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കുണ്ടും കുടിയും നിറഞ്ഞ റോഡുകൾ നികത്തി ചളിയും ചേറും വൃത്തിയാക്കി കല്ലും മുള്ളും എടുത്തുമാറ്റി ഉസ്താദ് സാമൂഹിക പ്രതിബദ്ധത ഊട്ടി ഉറപ്പിച്ചു. വഴിയോരത്ത് നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന നബിവചനം ഉസ്താദ് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. വഴിവക്കുകളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും കാട് മൂടിക്കിടക്കുന്ന ഇടങ്ങൾ വെട്ടിത്തളിച്ചും ഉസ്താദ് നാട്ടിൽ വെളിച്ചം വിതറി. അനാഥകൾക്കത്താണിയതായി കൗസിയത്തിങ്കന പണിയുകയായി അനാഥകൾക്കത്താണിയതായി കൗസിയത്തിങ്കന പണിയുകയായി പള്ളികളേറെ അവർ പണിതുയർത്തുന്നവർ സേവനമിൽ കമറായി നടുകളിൽ ആത്മീയ മുന്നേറ്റങ്ങൾ കാറ്റിൽ കൊളുത്തിടുന്നവർ ഈ വിശ്വമിൽ ബദറാ. അനാഥത്വത്തിന്റെ ഇരുളറയിൽ വേദനയിൽ പൊതിഞ്ഞ ഹൃദയവുമായി ജീവിക്കുന്ന ഒരുപാട് യതീമുകൾക്ക് ആ പരിശുദ്ധ കരങ്ങൾ സ്നേഹത്തിന്റെ കുളിർത്തന്നൽ കോരിയൊഴിച്ചു. അനാഥകളുടെ കണ്ണീരപ്പാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും തന്റെ ആധ്യാത്മിക ജീവിതത്തിനിടയിലും ഉസ്താദ് സമയം കണ്ടെത്തി. ആ വിശുദ്ധ സേവന കർമ്മത്തിന് ഒരു സ്നേഹ പൂന്തോപ്പ് തന്നെ ഉസ്താദ് സമൂഹത്തിനായി സമർപ്പിച്ചു. ഔസിയ യതീംഖാന എന്ന പേരിൽ കുണ്ടൂരിന്റെ ഹൃദയഭാഗത്തെ കേരവൃക്ഷങ്ങളുടെ തലോടലേറ്റ് ആ സ്നേഹസൗധം ഇന്നും പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടിന്റെ ആത്മീയ ചൈതന്യങ്ങൾക്ക് പൊലിവ് പകർന്ന് ധാരാളം പള്ളികളും സ്ഥാപനങ്ങളും ഉസ്താദിന്റെ കരങ്ങളാൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആദ്യമായി യതീംഖാനക്കടുത്ത് ഒരു പള്ളി ഉസ്താദ് പണി കഴിപ്പിച്ചു. ഇന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മസ്ജിദ് മറിയം, തെക്ക് ഭാഗത്തെ ഉയർന്നു നിൽക്കുന്ന മസ്ജിദ് ആസിയ, കിഴക്കേ ഭാഗത്തെ മസ്ജിദ് ഔസിയ, വടക്ക് ഭാഗത്തെ മസ്ജിദ് റാസൽ ഹൈമ, അത്താണിക്കലിലെ ബദരിയ മസ്ജിദ്, കുണ്ടൂരങ്ങാടിയുടെ കിഴക്ക് ഭാഗത്തെ മസ്ജിദ് ഹബീബ്, വെന്നിയൂർ റോഡിലെ മസ്ജിദ് തക്വ, ചുള്ളിപ്പാറയിലെ മസ്ജിദ് റഹ്മത്തുമെല്ലാം ഉസ്താദിന്റെ ശ്രമഫലമായി മസ്ജിദ് റഹ്മയുമെല്ലാം ഉസ്താദിന്റെ ശ്രമഫലമായി ഉയർന്നു വന്നവയാണ്. ഇവിടങ്ങളിലെല്ലാം ദിക്റുകളും സ്വലാത്തുകളും തവസ്സുൽ ബൈത്തുകളും ദഅ്വ പ്രവർത്തനങ്ങളും വളരെ സജീവമായി നടന്നു വരുന്നു. വിശുദ്ധ റബീഉൽ അവ്വൽ പിറന്ന് ഉസ്താദിൻ മനസ്സകം കുളിരണിയുന്ന് വിശുദ്ധ റബീഉൽ അവ്വൽ പിറന്ന് ഉസ്താദിൻ മനസ്സകം കുളിരണിയുന്ന് വിശുദ്ധ റബീഉൽ അവ്വൽ പിറന്ന് ഉസ്താദിൻ മനസ്സകം കുളിരണിയുന്ന് രാവും പകലില്ലാതെ തിരുമൂത്തിൻ മധുരോധി ഭക്ഷണ വിതരണവും നടത്തുന്നു. വെയിലേറ്റ് മഴയേറ്റ് ഒന്നും വകവെച്ചിടാതെ തിരുമുത്തിനാശിക്കരാ. വിശുദ്ധ റബീഉൽ അവ്വൽ പിറന്നാൽ കുണ്ടൂരിൽ മൗലിദുകളുടെയും ബുർദകളുടെയും അണമുറിയാത്ത പ്രവാഹമായിരിക്കും. പള്ളിയിലും വീട്ടിലും പാടത്തും പറമ്പിലുമെല്ലാം ഉസ്താദ് മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾ അതിനായി കുണ്ടൂരിലേക്ക് ഒഴുകുന്നു. സ്നേഹത്തിന് സ്ഥലകാല ഭേദമില്ലെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ ആ പ്രവാചക പ്രേമി. രാവിലും പകലിലും വെയിലിലും മഴയിലും തിരുപ്രകീർത്തനത്തിൽ അടങ്ങാത്ത അലിയൊലികൾ കുണ്ടൂരിൽ നിന്നും ഉയർന്നു കേൾക്കും. വരുന്നവർക്കെല്ലാം ഭക്ഷണവും വിളമ്പി വിതരണം ചെയ്യുന്നു. എല്ലാത്തിനും ഉസ്താദ് തന്നെ നേതൃത്വം കൊടുക്കുന്നു. തിരുമുത്തിൻ പ്രേമിയായി എന്നും മദീഹിലായി ജീവിച്ച പോവേ നിധിയേ ഒരു ദയിലായെന്നും ആനന്ദമാലെന്നും ലങ്കി വിളങ്ങിയ താണിയേ ലങ്കി വിളങ്ങിയ താണിയേ. അതെ, തിരുനബിയോടുള്ള സ്നേഹം ഉസ്താദിന് എന്നും ഒരു ആനന്ദമായിരുന്നു. ആ ആനന്ദത്തിൽ ലയിച്ചാൽ ഉസ്താദ് പരിസരം മറക്കും. ആ പൂമുഖത്ത് പ്രകാശം പരക്കും.
ബുർദയുടെ ഈരടികൾ ആ അധരങ്ങളിലൂടെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. തിരു ഹബീബിന്റെ അവദാനങ്ങളെ കാവ്യമഞ്ജരികളാക്കി വിരിയിച്ച ബുർദയുടെ തേനാറിൽ ഉസ്താദ് ആറാടി ജീവിച്ചു. വെറും വാങ്ങ മജ്‌ലിസുകളിലും വീടിന്റെ അകത്തളങ്ങളിലും മാത്രം ഒതുക്കപ്പെട്ടിരുന്ന ബുർദയെ ജനകീയവൽക്കരിച്ചതിൽ ഉസ്താദിന്റെ പങ്ക് നിസ്തുലമായിരുന്നു. തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ബുർദ ചൊല്ലിപ്പിച്ചും സ്വയം ചൊല്ലിയും ആ സ്നേഹ മനസ്സ് തിരുനബി സ്നേഹത്തിൽ സായുജ്യം കണ്ടെത്തുകയായിരുന്നു. നിറസാഗരമായി ഇഖ്ലാസിൻ പൂവണിയായി പ്രഭ ചിന്തും കുണ്ടൂരുസ്താദ്, ഈമാനിൻ നിറദീപമതായി സന്മാർഗസരണിയിലേറിയ ജീവിതമാണ പൊന്നൂറ്. ബുർദയിലായി മധുകളൊഴുകുന്നേ, കീർത്തനക്കായങ്ങൾ വിരിയുന്നേ. ഇന്നും സദാ ആ പാതയിൽ തുടരുന്നേ, ആ സന്നിധി ബുർദയിൽ അലിയുന്നേ. അത്ഭുതമേറിയതാ തെളിയുന്നൊരു വേദിത, മനഃശാന്തിയും തേടി സദാ വിശ്വാസികളൊഴുകുന്നിതാ. അത്ഭുതമേറിയതാ തെളിയുന്നൊരു വേദിത, മനഃശാന്തിയും തേടി സദാ വിശ്വാസികളൊഴുകുന്നിതാ. അതെ, ജീവിതകാലം മുഴുവൻ പ്രവാചക പ്രകീർത്തനങ്ങളുടെ വാനമ്പാടിയായി ജീവിച്ച ആ ആശിഖ് റസൂലിന്റെ ചാരത്ത് ഇന്നും ബുർദയുടെയും ബൈത്തുകളുടെയും നിലക്കാത്ത പ്രവാഹമാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഇശാവിന് ശേഷം നടക്കുന്ന ബുർദ മജ്‌ലിസ് മക്കയിലെ വിശ്വത പണ്ഡിതൻ സയ്യിദ് അബ്ബാസ് മാലിക്കിയുടെ പ്രത്യേക ഇജാസത്ത് പ്രകാരം നടക്കുന്ന ആ മഹത്തായ സദസ് ആശയറ്റ ഒരുപാട് മനസ്സുകൾക്ക് പ്രതീക്ഷയുടെ തിരുനാളം കാണിക്കുകയാണ്. രോഗശമനവും അഗ്രസഫലീകരണവും സന്താന സൗഭാഗ്യവും അടക്കം നിരവധി കറാമത്തുകൾ കൊണ്ട് പ്രസിദ്ധി ആർജിച്ച ആ മജ്‌ലിസിൽ പങ്കെടുക്കാനായി നൂറുകണക്കിന് ആളുകളാണ് എല്ലാ ആഴ്ചകളിലും കുണ്ടൂരിലേക്ക് ഒഴുകുന്നത്. ക്യാൻസർ അടക്കം നിരവധി മാരക രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ആ മജ്‌ലിസ് പരിഹാരം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ തിരൂരങ്ങാടിക്കാരനായ ഒരു സഹോദരൻ ദാമ്പത്യ ജീവിതത്തിൽ ആൺമക്കളില്ലാത്ത സങ്കടത്തിൽ നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന അയാൾ ആ മജ്‌ലിസിലേക്ക് 12 കുല പഴം നേർച്ചയാക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആൺകുട്ടി ഇല്ലാത്ത വേദനയോട് ജീവിക്കുന്ന അയാൾക്ക് സന്തോഷം നൽകിക്കൊണ്ടതാ ഒരു ആൺകുട്ടി പിറക്കുന്നു. ഇങ്ങനെ നിരവധി അനുഭവങ്ങളും അനുഭൂതികളും ആ മജ്‌ലിസിൽ നിന്നും വിശ്വാസികൾ നുകർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചക സ്നേഹത്തിലേക്ക് വിശ്വാസികളെ നയിച്ച് കുണ്ടൂർ ഉസ്താദ് ഇന്നും ജനമനസ്സുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ മദീനയിൽ ചെന്ന സമയം ഉസ്താദിന്റെ കൂടെ അലി ബക്കവിയുമുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഉസ്താദ് അലി ബക്കവിയുടെ കാതുകളിൽ എന്തോ മന്ത്രിക്കുന്നത്. ആദിയാമെന്ന കാവ്യശീലുകൾ കേൾക്കുവാനാശയുണ്ടെന്നിലേ, എൻ കാതുകളിൽ ആ സ്നേഹഗീതങ്ങൾ ആമോദമാലൊന്ന് പാടുമോ. ആദിയാമെന്ന കാവ്യശീലുകൾ കേൾക്കുവാനാശയുണ്ടെന്നിലേ, എൻ കാതുകളിൽ ആ സ്നേഹഗീതങ്ങൾ ആമോദമാലൊന്ന് പാടുമോ. ആദി അമൈത്തെ നൂറുള്ള എന്ന് തുടങ്ങുന്ന തിരുനബിയെ കുറിച്ചുള്ള അപദാന ഗീതങ്ങൾ എന്റെ കാതുകളിലൊന്ന് പാടിത്തരണമെന്നാണ് ഉസ്താദ് ആവശ്യപ്പെടുന്നത്. പട്ടാളവും പോലീസും അസംഖ്യം ജനങ്ങളുമുള്ള ആ പരിസരത്ത് വെച്ച് അലി ബാക്കവി ആ കാവ്യശീലുകൾ ഉസ്താദിന്റെ കാതുകളിൽ പതുക്കെ പാടിക്കൊടുക്കുന്നു. ആദിയമൈത്തെ നൂറുള്ള അഹ്മദ് നബി സല്ലല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് നബിയുല്ലാഹ്, ആദരവായ റസൂലുള്ളാഹ്. ആദിയമൈത്തെ നൂറുള്ള അഹ്മദ് നബി സല്ലല്ലാഹ്,
അഷ്റഫുൽ ഖൽഖ് നബിയുള്ള ആദരവായ റസൂലുള്ള ബദറിനുമേറിയ ശോഭ നബി ദിവ്യാമിന തന്റെ സ്വഭി വലതുല്ലമീനായി വന്ന നബി ആമന്നാബി റസൂലില്ല ആമന്നാബി റസൂലില്ല ആദിയമൈത്തെ നൂറുള്ള അഹ്മദ് നബി സല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖ് നബിയുള്ള ആദരവായ റസൂലുള്ള. ഇതങ്ങ് പാടിത്തീർന്നപ്പോഴേക്കും ഉസ്താദിന്റെ കൺതടം നിറഞ്ഞ് കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകാൻ തുടങ്ങി. തിരുനബിയിൽ ലയിച്ച ആ മനസ്സ് പരിസരം മറന്ന് തേങ്ങിക്കരഞ്ഞു. നിഷ്കളങ്കമായ പ്രവാചക സ്നേഹത്തിന്റെ അടയാളമായി കണ്ണീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. തിരുനബിയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന് ഉസ്താദ് കവിതയിലൂടെയായിരുന്നു ശമനം കണ്ടെത്തിയിരുന്നത്. തിരുനബിയുടെ മദീനയും അവിടുത്തെ മണ്ണും ഹരിത കുബ്ബയുമെല്ലാം ഉസ്താദിന്റെ കവിതയിൽ കടന്നു വരുന്നത് ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. ഈന്തപ്പനകളും കാഫിലക്കൂട്ടങ്ങളും ഇലന്ത മരങ്ങളും ചാരുത തീർക്കുന്ന മദീനയിലെ ആ പച്ച കുബ്ബ കണ്ടപ്പോൾ ആവേശത്തോടെ ഉസ്താദ് പാടിയ വരികൾ ഇന്നും ആശിഖീങ്ങളുടെ അധരങ്ങൾ താളം പിടിക്കുന്ന മധുര ഗീതങ്ങളാണ്. ആരംഭത്തോവായ മുത്ത് നബിയുടെ ഹലറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ആരംഭത്തോവായ മുത്ത് നബിയുടെ ഹലറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. വാഹലിൽ ഖുബ്ബത്തി ഹലായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറത്തിൽ ഐനൈനി. മൽജാവാ മൻജാവാ മുർതാഹൽ മുസ്താഖി ഹൈബസ്സഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരംഭത്തോവായ മുത്ത് നബിയുടെ ഹലറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ആരംഭത്തോവായ മുത്ത് നബിയുടെ ഹലറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇരുലോക നേതാവായ ഞങ്ങളുടെ ഹബീബിന്റെ കുബ്ബ കൺകുളിർമയും അതിശ്രേഷ്ഠവുമായ ആ ഹബീബിന്റെ ഹരിതാലങ്കൃത കുബ്ബക്കാണ് സർവമംഗളവും സർവ സന്തോഷങ്ങളും എന്ന് തുടങ്ങുന്ന ആ കാവ്യശീലുകൾ. എത്ര സുന്ദരമായ വരികൾ! ഒരു ആഷിഖിന്റെ നിർമ്മലമായ ഹൃദയാന്തരത്തിൽ നിന്നും പുറത്തേക്കൊഴുകിയ ഇശൽ സൗഗന്ധികൾ. ഇങ്ങനെ ധാരാളം കവിതകൾ ഉസ്താദിന്റെ തൂലികയിൽ നിന്നും ഉതിർന്നു വീണിട്ടുണ്ട്. തിരുനബിയെ അവഹേളിക്കുന്ന പ്രവാചക വിരോധികളോടുള്ള അടങ്ങാത്ത അമർഷവും രോഷവും ഉസ്താദിന്റെ കവിതകളിൽ അഗ്നിജ്വാലകൾ തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തിരുനബിയെ സാധാരണക്കാരനാക്കി അവിടുത്തെ ഹരിത കുബ്ബ തച്ചുടക്കുമെന്ന് വീമ്പിളക്കുന്ന വഹാബി പാതിരിമാരോട് ഉസ്താദ് കവിതയിലൂടെ ധർമ്മസമരം ചെയ്യുന്നത് കാണുക. നമുക്കൊന്ന് ശ്രവിക്കാം. हाथिया वहाबी मन मिसल अहमद लाला वालन तजीदा अकमल अबहा वालन तलीदा തിരുത്തോഹ തങ്ങളെ പോലെ ഈ ഭൂമിയിൽ ആരുണ്ടോ വഹാബി, ഒരുമ്മയും പ്രസവിക്കില്ല വഹാബി. കുബ്ബത്തു ഖൽറാ ആദാമത് മുനീറതൻ മാ മസ്സമൻ ലഹദാ ബൽ ഹുവ കാബ വലൻ യരിദാ
हातिया बहाबी मन मिसल अहमद लाला वालन तजिदा अकमल अबहा वालन तलिदा. സാമ്രാജ്യത്വത്തിന് ഓശാന പാടി തിരുനബിയെ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന വഹാബി മൗലവിമാരോട് ഉസ്താദ് കവിതയിലൂടെ പടവെട്ടുകയാണ്. എത്ര മൂർച്ചയുള്ള വാക്ഷരങ്ങൾ, വഹാബിയുടെ നെഞ്ചിൽ തറക്കുന്ന പ്രയോഗങ്ങളാണ് ഉസ്താദ് ഈ കവിതയിലൂടെ പുറത്തെടുക്കുന്നത്. അറബിയിലും മലയാളത്തിലുമെല്ലാം ഉസ്താദ് ധാരാളം കവിതകളും മാലകളും രചിച്ചിട്ടുണ്ട്. മമ്പ്രം മാലയും നെച്ചിക്കാട്ട് ഔലിയാമാലയുമെല്ലാം ഉസ്താദിന്റെ തൂലികയിൽ നിന്നും പിറവി കൊണ്ടവയാണ്. ഒരിക്കൽ ഒരു സഹോദരൻ തന്റെ ബന്ധുവിന് മക്കളില്ലാത്ത സങ്കടം ഉസ്താദിനോട് അവതരിപ്പിച്ചപ്പോൾ ഉസ്താദ് അദ്ദേഹത്തെയും കൂട്ടി കൂട്ടായിലെ നെച്ചിക്കാട്ട് ഔലിയായുടെ മക്കാമിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഒരു മാല രചിക്കുകയാണ്. അവരെ പോലിവോകൾ ഏറെ നെറ്റിക്കാട്ടൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലിവോകൾ ഏറെ നിറഞ്ഞോവർ. ഞങ്ങളിൽ പലരും പലതന്നമുള്ളോരും ഇവരെ കാറാമത്താ ഇപ്പ നൽകിയ അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമില്ല അമലും ഇഖ്ലാസില്ല തഖ്വയിൽ ഞങ്ങളെ ഇവർ ഹക്കാശേഷല്ല. സന്താനമില്ലാതെ സന്താപമുള്ളോരും സന്താനമുള്ളോർക്കും സന്തോഷം നൽകല്ല. കടം വന്ന് മോളേറി ബേജാറിലുള്ളോരും കടങ്ങൾ കൂടാതെ വീട്ടിത്തായ അല്ലാഹ്. നെറ്റിക്കാട്ടൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലിവോകൾ ഏറെ നിറഞ്ഞോവർ. നെറ്റിക്കാട്ടൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലിവോകൾ ഏറെ നിറഞ്ഞോവർ. സന്താന സൗഭാഗ്യമില്ലാത്തവർക്കായി ഉസ്താദ് ഈ മാല സമർപ്പിക്കുകയും പലർക്കും അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബദരീങ്ങളെ തവസ്സുലാക്കി ഉസ്താദ് എഴുതിയ മനോഹരമായ ബൈത്തിലൂടെ തന്റെ ആശകളും അഭിലാഷങ്ങളും ഉസ്താദ് ആവിഷ്കരിക്കുന്നത് കാണുക. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണറബ്ബനാ. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണറബ്ബനാ. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളെ തുണറബ്ബനാ. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണറബ്ബനാ. ഉസ്താദിന് എന്ത് പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോഴും മഹാന്മാരായ ആളുകളുടെ മസാറുകൾ സന്ദർശിക്കുകയും അവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഉസ്താദിന്റെ പതിവായിരുന്നു. വിദായികളുടെ കുതന്ത്രം കാരണം ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് റിയാദ് ജയിലിൽ അറസ്റ്റിലായ സമയം കുണ്ടൂർ ഉസ്താദിന് ഏറ്റവും കൂടുതൽ മനോവിഷമം ഉണ്ടാക്കിയ സമയമായിരുന്നു അത്. അന്ന് ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം തേടാൻ ഉസ്താദ് വേഗം ഓടിച്ചെന്നത് കുത്തുബുസ്സമാൻ മമ്പ്രം തങ്ങളുടെ ചാരത്തേക്കായിരുന്നു. അവിടെ എത്തി ഉസ്താദ് മമ്പ്രം തങ്ങളുടെ തലഭാഗത്തിന് അഭിമുഖമായി ഇരുന്നു കൊണ്ട് മമ്പ്രം തങ്ങളോട് എന്തൊക്കെയോ രഹസ്യമായി പറയുന്നതാണ് ഉസ്താദിന്റെ കൂടെയുള്ളവർ കാണുന്നത്. എന്താണ് ഉസ്താദ് പറയുന്നത്?
ദീനിൻ ഖാദിമാം ശുഹർ പേറ്റുള്ള പണ്ഡിതരാണ് ശൈഖുനായ പി ഉസ്താദ് ഇന്ന് ജയിലിലാണ് വൈരികളാം ബിദഅകളുടെ കുതന്ത്രമാണ് ബോധമിലാണിന്നവർ ഞങ്ങൾ വിഷമമിലാണ്. മമ്പ്രം തങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഷെയ്ഖുന എ.പി. ഉസ്താദ് ഇന്ന് ജയിലിലാണ്. വിധേയകൾ നടത്തിയ ഹീനമായ ഗൂഢാലോചനയാണ് ഉസ്താദിനെ ജയിലഴിക്കുള്ളിൽ തളക്കപ്പെട്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ സിംഹഗർജനമായ കാന്തപുരം ഉസ്താദിനെ പിടിച്ചു കെട്ടിയ സന്തോഷത്തിൽ ആഘോഷത്തിമർപ്പിലാണ് ഇന്ന് വിധേയകൾ. ഈ അവസ്ഥ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ തങ്ങളെ. അങ്ങയുടെ ഹയാത്തിലെങ്കിൽ സംഭവിക്കില്ലല്ലോ, അങ്ങ് മോചിപ്പിച്ച് കൊണ്ട് വരാതിരിക്കില്ലല്ലോ. ചെയ്തോരെ അങ്ങ് കാലത്തിൻ കുത്തുബാണല്ലോ, മരണശേഷവും ബഹുമാനക്കുറവില്ലല്ലോ. അങ്ങ് കുത്തുബുസ്സമാനാണല്ലോ. അങ്ങയുടെ ജീവിതകാലത്താണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമില്ലായിരുന്നല്ലോ. സംഭവിച്ചാൽ തന്നെ അങ്ങ് പോയി മോചിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നല്ലോ തങ്ങളെ. ഉസ്താദ് വീണ്ടും പറയുകയാണ്, എത്രയും വേഗം ഞങ്ങളെ ശൈഖുനാക്ക് മോചനം നൽകുവാനാവശ്യമായത് നിങ്ങളുടനെ ചെയ്യണം. എത്രയും വേഗം ഞങ്ങളെ ശൈഖുനാക്ക് മോചനം നൽകുവാനാവശ്യമായത് നിങ്ങളുടനെ ചെയ്യണം. അതുകൊണ്ട് എത്രയും വേഗമിൽ ഞങ്ങളുടെ ഷെയ്ഖുനയെ മോചനം നൽകണം. വിധേയകൾക്ക് ഇനിയും സന്ദർശിക്കാനുള്ള അവസരം കൊടുക്കരുത് തങ്ങളെ എന്നും പറഞ്ഞ് അല്പസമയം കൂടെ ഉസ്താദ് അവിടെ തന്നെ ഇരുന്നു. ശേഷം പുറത്തേക്കിറങ്ങി. അസ്വസ്ഥമായ മനസ്സുമായി ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീണ്ടും മക്കാമിനുള്ളിലേക്ക് കയറി. ആ ചാരത്തിരുന്ന് വീണ്ടും പറയുകയാണ്, ശൈഖുനാക്ക് മോചനം നൽകില്ല എങ്കിൽ പിന്നെ അബ്ദുൽ ഖാദർ ഇവിടെ നിന്ന് നീക്കുകയില്ല തന്നെ. ശൈഖുനാക്ക് മോചനം നൽകില്ല എങ്കിൽ പിന്നെ അബ്ദുൽ ഖാദർ ഇവിടെ നിന്ന് നീക്കുകയില്ല തന്നെ. ഷെയ്ഖുന എ.പി. ഉസ്താദിന് ഈ സമയം തന്നെ മോചനം നൽകുന്നില്ല എങ്കിൽ ഈ അബ്ദുൽ ഖാദർ അങ്ങയുടെ ചാരത്തു നിന്ന് എഴുന്നേറ്റ് പോകില്ല എന്നൊരു ദൃഢപ്രഖ്യാപനം ഉസ്താദ് അവിടെ വെച്ച് നടത്തുകയാണ്. അല്പം കഴിഞ്ഞപ്പോഴേക്കും അതാ ഉസ്താദ് ചാടി എഴുന്നേൽക്കുന്നു. ആ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം തെളിയുകയാണ്. ഉസ്താദ് ആവശ്യത്തോടെ പറയുന്നു, ശൈഖുന കാന്തപുരം ഈ സമയം ജയില് മോചിതനായി, സമയം കോരിക്കു നിങ്ങൾ വന്നിട്ട് ചോദിക്കൂ തെളിവിനായി. ശൈഖുന കാന്തപുരം ഈ സമയം ജയില് മോചിതനായി, സമയം കോരിക്കു നിങ്ങൾ വന്നിട്ട് ചോദിക്കൂ തെളിവിനായി. ഈ നിമിഷം റിയാദ് ജയിലിൽ കഴിയുന്ന ഷെയ്ഖുന കാന്തപുരം ഇതാ ജയിലിൽ മോചിതനാക്കപ്പെട്ടിരിക്കുന്നു. വേണമെങ്കിൽ ഈ സമയം നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ഉസ്താദ് വന്നിട്ട് ചോദിക്കൂ. കുണ്ടൂർ ഉസ്താദിന്റെ പ്രഖ്യാപനമാണ് സുദൃഢമായ പ്രഖ്യാപനം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് കാണാൻ കഴിയാത്ത പലതും കാണുന്നു, നാം അറിയാത്ത പലതും അവരറിയുന്നു. അന്ന് ഉസ്താദ് നടത്തിയിരുന്ന ആ പ്രഖ്യാപനവും ഷെയ്ഖുനയുടെ മോചനവും ഒരേ സമയത്തായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ശരി സാക്ഷ്യമായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം ഉസ്താദ് ഓടി നടന്നിട്ടുണ്ട്. പ്രസ്ഥാനത്തിന്റെ അക്ഷരജിഹ്വയായ സിറാജ് ദിനപത്രവും തലയിലേറ്റി അതിരാവിലെ തന്നെ വെഞ്ഞൂർ മുതൽ കുണ്ടൂർ വരെ നടന്നു വിൽക്കുന്ന ഷെയ്ഖുനയുടെ ആ മുഖം പഴയകാല പ്രവർത്തകർക്ക് ഇന്നും മൊളിമങ്ങാത്ത ഓർമ്മയാണ്. ഉസ്താദ് ക്ലാരിയിൽ ദറസ് നടത്തുന്ന സമയത്ത് തന്നെ ചെട്ടിയാം കിണറിൽ SYSന് വേണ്ടി ഒരു ഓഫീസ് പണിയുകയും ചാപ്പനങ്ങാടി ബാപ്പുസ്താദിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്തത് ഉസ്താദിന്റെ സംഘാട താൽപര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.
ആദർശ പ്രസ്ഥാനത്തിൻ വൈരികളെ കരങ്ങളാൽ ഉസ്താദിൻ പൊന്നു മോൻ കുഞ്ഞു നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട നേരമിലും തളരാതെ അവർ നിന്നു അന്ന് ശാന്തനാകുന്നു. ആദർശ പ്രസ്ഥാനത്തിൻ വൈരികളെ കരങ്ങളാൽ ഉസ്താദിൻ പൊന്നു മോൻ കുഞ്ഞു നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട നേരമിലും തളരാതെ അവർ നിന്നു അന്ന് ശാന്തനാകുന്നു. ആദർശ പ്രസ്ഥാന വൈരികൾ റമളാൻ 27 രാവിൽ തന്റെ സ്വന്തം മകൻ കുഞ്ഞുവിനെ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ടും ആ മഹാമനീഷിയുടെ മനസ്സ് തളർന്നില്ല. കുഞ്ഞുവിന്റെ മരണവാർത്ത അറിഞ്ഞ് കുണ്ടൂരിലേക്ക് ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങളുടെ വിതുമ്പലടക്കിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കുഞ്ഞുവിനായി പ്രാർത്ഥിക്കുക എന്നൊരൊറ്റ മറുപടി മാത്രമായിരുന്നു. കുഞ്ഞുവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആ രക്തദാഹികൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഞാൻ മാപ്പ് നൽകുമെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അവിടുത്തെ ക്ഷമയും സഹിഷ്ണുതയും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ. സ്വന്തം മകൻ ജീവാർപ്പണം നടത്തിയത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണല്ലോ എന്ന സമാധാനമായിരുന്നു ഉസ്താദിനെ നിയന്ത്രണം വിടുമായിരുന്ന അവസ്ഥയിലും പിടിച്ചു നിർത്തിയത്. അമറുല്ലുലമായെ ഉസ്താദോരാദരിച്ചെന്ന് മറക്കുമോ നമ്മനതലങ്ങളിൽ നിന്ന് ആദഞ്ഞ മുഹൂർത്തമിന്നും തെളിഞ്ഞിടുന്നേ. കമറുല്ലുലമായെ ഉസ്താദോരാദരിച്ചെന്ന് മറക്കുമോ നമ്മനതലങ്ങളിൽ നിന്ന് ആദഞ്ഞ മുഹൂർത്തമിന്നും തെളിഞ്ഞിടുന്നേ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും അത്യധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കുണ്ടൂർ ഉസ്താദ് തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് കുണ്ടൂരിൽ വെച്ച് നടത്തിയ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ ആദരിക്കൽ സമ്മേളനം സുന്നി പ്രവർത്തകരുടെ മനതലങ്ങളിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. മമ്പുറം മക്കാമിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ കുണ്ടൂരിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന രംഗം റാലിയുടെ ഒരു തല കുണ്ടൂരിലെത്തിയിട്ടും മറുതല മമ്പുറത്ത് നിന്ന് പുറപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ ആദരിക്കൽ ചടങ്ങിന്റെ വലിപ്പവും വ്യാപ്തിയും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അശരണർക്കും ആലംബഹീനർക്കും അത്താണിയായി ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി കർമ്മകുശലതയോടെ രാവും പകലും ഓടി നടക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ സേവന ദൗത്യങ്ങൾക്ക് ലഭിച്ച ആധ്യാത്മിക ലോകത്തിന്റെ അംഗീകാരം കൂടിയായിരുന്നു അത്. ശാന്തി തന്നറുമടം വീശും കഥ ഞങ്ങൾ വിസ്മയ ചരിതങ്ങൾ ചൊരിയുന്നിതാ. അത്ഭുത ജീവിതമായി സദാ അവർ ജഗമിതിൽ തരുളായി തിളങ്ങുന്നിതാ. ശാന്തി തന്നറുമണം വീശും കഥ ഞങ്ങൾ വിസ്മയ ചരിതങ്ങൾ ചൊരിയുന്നിതാ. അത്ഭുത ജീവിതമായി സദാ അവർ ജഗമിതിൽ തരുളായി തിളങ്ങുന്നിതാ. വിസ്മയകരമായിരുന്നു കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതം. കയ്യിലെത്തുന്ന പണമെല്ലാം നിമിഷ നേരം കൊണ്ട് ചിലവഴിച്ചു കഴിഞ്ഞിരിക്കും. പാവപ്പെട്ടവന് വീട് വെക്കാൻ, നിർധനരായ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവന് അതുണ്ടാക്കി കൊടുക്കാൻ, വെറും സാമൂഹ്യ സേവനത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ജീവിതം. പട്ടിണി പാവങ്ങളെ എവിടെ വെച്ച് കണ്ടാലും ഉസ്താദ് കൈയായനെ സഹായിക്കും. സ്വന്തം ശരീരത്തിന്റെ പ്രശ്നങ്ങളെപ്പോലെ അവരുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കും. ഒരിക്കൽ ഉസ്താദ് യാത്ര ചെയ്യുമ്പോഴാണ് വഴിയോരത്ത് വെച്ച് ആ കാഴ്ച കാണുന്നത്. യാത്ര ചെയ്യും നേരം ആ കാഴ്ച കണ്ടിടുന്നു, ഒരു കുട്ടക്കപ്പയുമായി ചുമടേറ്റ് നീങ്ങിടുന്നു. യാത്ര ചെയ്യും നേരം ആ കാഴ്ച കണ്ടിടുന്നു, ഒരു കുട്ടക്കപ്പയുമായി ചുമടേറ്റ് നീങ്ങിടുന്നു. നേരം സന്ധ്യയായി തുടങ്ങിടുന്നു, ആ കാഴ്ച കണ്ടു ഉസ്താദിൻ മനം വേദനിക്കുന്നു. നേരം സന്ധ്യയായി തുടങ്ങിടുന്നു, ആ കാഴ്ച കണ്ടു ഉസ്താദിൻ മനം വേദനിക്കുന്നു. പെട്ടെന്ന് വണ്ടി തിരിച്ചു വിടുവാൻ
തിരിച്ചിടുവാനടിവരോട് പറയുന്നു. വേഗമില പാവം കപ്പക്കാരന്റെ ചരത്ത് എത്തണമെന്ന്. പെട്ടെന്ന് വണ്ടി തിരിച്ചിടുവാനായിടവരോട് പറയുന്നു. വേഗമില പാവം കപ്പക്കാരന്റെ ചരത്ത് എത്തണമെന്ന്. അന്ന് യാത്ര ചെയ്യും നേരം ആ കാഴ്ച കണ്ടിടുന്നു. ഒരു കുട്ട കപ്പയുമായി ചുമടേക്ക് നീങ്ങിടുന്നു. യാത്ര ചെയ്യും നേരം ആ കാഴ്ച കണ്ടിടുന്നു. ഒരു കുട്ട കപ്പയുമായി ചുമടേക്ക് നീങ്ങിടുന്നു. ഒരു സന്ധ്യാസമയം സൂര്യൻ ചക്രവാള സീമയിൽ മറയാൻ കാത്തിരിക്കുന്നു. സമാഗതമാകുന്ന സന്ധ്യക്ക് സ്വാഗതമോദി പറവകൾ പറന്നകലുന്നു. ഈ സമയത്തും തലയിൽ കുട്ടയുമേന്തി റോഡ് വക്കിലൂടെ നടന്നു നീങ്ങുന്ന ഒരു പാവം കച്ചവടക്കാരനെയാണ് ഉസ്താദ് കാണുന്നത്. ഈ സന്ധ്യ നേരത്തെ ഇയാളുടെ കപ്പയെല്ലാം ഇനി ആര് വാങ്ങാനാണ്? ഇതെല്ലാം വിറ്റ് തീർന്നിട്ടില്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് രാത്രി പട്ടിണി കിടക്കേണ്ടി വരുമോ? ഉസ്താദിന്റെ മനസ്സിൽ ചിന്തകൾ തിരമാല തീർക്കുകയാണ്. എത്രയും വേഗം ആ കച്ചവടക്കാരന്റെ അരികിലെത്തണം. അയാളുടെ മനോവിഷമത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം നൽകണം. ഉസ്താദിന്റെ മനസ്സ് അതിനായി വെമ്പൽ കൊള്ളുകയാണ്. ഉസ്താദ് വാഹനം തിരിച്ചുവിടാൻ പറഞ്ഞു. വേഗം ആ കച്ചവടക്കാരന്റെ അരികിലേക്ക് ചെന്ന് കുട്ടയിലുള്ള കപ്പയെല്ലാം വില പറഞ്ഞു വാങ്ങുകയാണ്. ഇനി അതിന് പണം കൊടുക്കണം. ഉസ്താദ് കീശയിലേക്ക് നോക്കി. ഫലം ശൂന്യമായിരുന്നു. ഇനി എന്ത് ചെയ്യും? കയ്യിൽ കാശില്ലല്ലോ. സഹയാത്രികരെ അടുത്തു നിന്ന് കടമായി പണമാത് വാങ്ങിടുന്നു. കപ്പയതെല്ലാം ഉസ്താദുമന്ന് വാങ്ങി വിലയാത് നൽകിടുന്നു. കപ്പയതെല്ലാം പാവജനങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുന്നു. വേദന തീർത്ത സന്തോഷമാലെ സയുജമടയുന്നു. കപ്പയതെല്ലാം പാവജനങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുന്നു. വേദന തീർത്ത സന്തോഷമാലെ സയുജമടയുന്നു. അന്ന് യാത്ര ചെയ്യും നേരം ആ കാഴ്ച കണ്ടിടുന്നു. ഒരു കുട്ട കപ്പയുമായി ചുമലേക്ക് നീങ്ങിടുന്നു. യാത്ര ചെയ്യും നേരം ആ കാഴ്ച കണ്ടിടുന്നു. ഒരു കുട്ട കപ്പയുമായി ചുമടേക്ക് നീങ്ങിടുന്നു. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ആ പാവപ്പെട്ട കച്ചവടക്കാരന്റെ കൈകളിലേക്ക് സന്തോഷത്തോടെ നൽകുകയാണ് ഉസ്താദ് ചെയ്യുന്നത്. അവിടുത്തെ സേവനം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ആ വാങ്ങിയ കപ്പയെല്ലാം പിന്നെ സ്വതക്ക ചെയ്യുകയാണ്. പാവങ്ങളുടെ വീടുകളിലേക്ക്, ഒന്നിനും വകയില്ലാത്തവരുടെ കൈകളിലേക്ക്. ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ അവിടുത്തെ കൂടി ജീവിച്ച ഓരോരുത്തർക്കുമുണ്ട്. 1000 അനുഭവങ്ങൾ അയവിറക്കാൻ. ഒരിക്കൽ അരീക്കോട് നിന്നും കുറച്ച് ചെറുപ്പക്കാർ കുണ്ടൂർ ഉസ്താദിനെ കാണാൻ വേണ്ടി വരികയാണ്. നാട്ടിൽ പുതിയൊരു മദ്രസ എടുക്കാൻ കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഒരാൾ സൗജന്യമായി നൽകിയതാണ്. ഇനി അതിൽ നല്ലൊരു മദ്രസ എടുക്കണം. അതിന് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയാണ് അവർ കുണ്ടൂരിലെത്തിയത്. ഉസ്താദ് അങ്ങാടിയിലെ പീഡികത്തിണ്ണയിൽ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാർ അങ്ങോട്ട് നടന്നു. അവരുടെ ആഗമനോദ്ദേശം ഉസ്താദിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഉസ്താദ് അതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട ശേഷം അവരോട് ചോദിക്കുകയാണ്. മദ്രസ പണിയാൻ എത്ര ചിലവ് വരുമതൊന്ന് പറയണം. മറുപടിയായി പറയുന്നവർ 1.5 ലക്ഷം അത് വേണം. മദ്രസ പണിയാൻ എത്ര ചിലവ് വരുമതൊന്ന് പറയണം. 1.5 ലക്ഷമിൽ 1/2 ലക്ഷം ഞാൻ തരാം. അതിനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം. കൊണ്ടൂരങ്ങാടിയിൽ വാങ്ങിൻ സദസ് അതിനായി നാം ഒരുക്കേണം. വഴിനായി പ്രസംഗികനുമായെന്ന് നിങ്ങളീ വീതം മാറണം. മദ്രസ പണിയാൻ എത്ര ചിലവ് വരുമതൊന്ന് പറയണം. മറുപടിയായി പറയുന്നവർ 1.5 ലക്ഷം അത് വേണം. മദ്രസ നിർമ്മിക്കാൻ എത്ര ചിലവ് വരും? 1 ലക്ഷം മതിയാകുമോ? 1 ലക്ഷം മതിയാകില്ല ഉസ്താദെ. 1.5 ലക്ഷമെങ്കിലും വേണ്ടിവരും. ഏതായാലും 1/2 ലക്ഷം രൂപ ഞാൻ തരാം. ഉസ്താദിന്റെ വാഗ്ദാനം കേട്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ വിസ്മയം നിറഞ്ഞു. അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നല്ലൊരു വാവ് സംഘടിപ്പിക്കണം. അതിൽ വെച്ച് നമുക്ക് മദ്രസ നിർമ്മിക്കാനുള്ള വഴി കണ്ടെത്താം. ഉസ്താദ് പറഞ്ഞു. വാവോ, അതൊന്നും ഞങ്ങളുടെ നാട്ടിൽ അത്ര ഫലം ചെയ്യില്ല ഉസ്താദെ. പലപ്പോഴും അതൊന്നും വേണ്ട പോലെ വിജയിക്കാത്ത അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. വാവ് നിങ്ങളുടെ നാട്ടിലല്ല,
ഇവിടെ കുണ്ടൂരിലാണ് നടത്തേണ്ടത്. ഇന്ന ദിവസങ്ങളിൽ വെണ്ണക്കോട്ട് ബഷീർ ഫൈസിയെയും കൂട്ടി നിങ്ങൾ ഇവിടെ വരണം. എന്താ, തയ്യാറല്ലേ? ഞങ്ങൾ തയ്യാറാണ് ഉസ്താദേ. വന്നവർക്ക് സന്തോഷമായി. പറഞ്ഞ പോലെ തന്നെ വാളിന്റെ ദിവസം വന്നെത്തി. അവർ കുണ്ടൂരിലേക്ക് ചെന്നു. അവിടെ ഗംഭീരമായ ഒരുക്കങ്ങളാണ് ഉസ്താദ് നടത്തിയിരിക്കുന്നത്. നോട്ടീസ് അടിച്ച് നാട് നീളെ പ്രചരണം നടത്തിയിട്ടുണ്ട്. പരിപാടി തുടങ്ങി. ആമുഖമായി ഉസ്താദ് 2 വാക്ക് സംസാരിച്ചു. വളരെ ഹ്രസ്വമായ വാക്കുകളിൽ ഈ സദസ്സ് സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യം ഉസ്താദ് വിശദീകരിച്ചു. ആയിക്കോട്ടെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. മദ്രസ എന്നവർ കേൾക്കണമെന്നുണ്ട്. 50,000 രൂപ നൽകണം. നാരൽ പാത്ത് ഇന്നും നൽകിടണം. സാധു പെൺകുട്ടിയെ കല്യാണ ചിലവായി വേറെ 50,000 വേണം. പ്രപഞ്ചനാഥ ഈ വിഷയം എളുപ്പമാക്കിടണേയെന്ന് പ്രാർത്ഥന സ്വരമായി ചെയ്യുന്നവരെന്ന് സകലരും ആമീൻ പറയുന്നു. അരീക്കോട് ദേശത്ത് ഒരു മദ്രസ എടുക്കണം. അതിന് 50,000 രൂപ നൽകാമെന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെന്നല ദാറുൽ ഫത്തേഹിനും ഒരു 50,000 രൂപ നൽകണം. അതും നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് ലഭിക്കണം. മൂന്നിയൂരിൽ ഒരു സാധു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കല്യാണ ചിലവിലേക്ക് 50,000 രൂപ വേണം. എല്ലാം അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ഉസ്താദിന്റെ ആകമാറിന്റെ പ്രാർത്ഥന. സദസ്യരുടെ മനം നിറഞ്ഞ ആമീൻ. എന്തൊരു അത്ഭുതം! എല്ലാ കാര്യങ്ങളും വളരെ റാഹത്തോടെ നിറവേറ്റുകയാണ് ഉസ്താദ്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയ സന്തോഷത്തിൽ ഉസ്താദ് സായുജ്യമടഞ്ഞു. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം നൽകാൻ ഉസ്താദ് എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. എന്ത് ലഭിച്ചാലും അത് സാധുക്കൾക്ക് വേണ്ടി നീക്കിവെക്കുന്നതിനിടയിൽ സ്വന്തം ശരീരം പോലും ഉസ്താദ് പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്. ഒരിക്കൽ കോഴിക്കോട് നിന്നും ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്തവർ ആ കഥയാണ് നമ്മോട് വിവരിക്കുന്നത്. കുണ്ടൂരുസ്താദിൻ കരമിൽ കോഴിക്കോടിൽ നിന്നും വന്ന് 2 ലക്ഷം ഒരാൾ നൽകുന്നു. അവർ പോരുന്ന വഴിയിൽ വെച്ച് ഓഹരിയായത് വിരിച്ച് പാവങ്ങൾക്കായി നീക്കിടുന്നു. അന്ന് വെണ്ണിയൂരിലെത്തും മുന്നേ കാശെല്ലാം തീരുന്നു. പിന്നെ വെണ്ണിയൂരിലെത്തും മുന്നേ കാശെല്ലാം തീരുന്നു. പിന്നെ എണ്ണക്കായി കാടം വാങ്ങിടുന്നു. കുണ്ടൂരുസ്താദിൻ കരമിൽ കോഴിക്കോടിൽ നിന്നും വന്ന് 2 ലക്ഷം ഒരാൾ നൽകുന്നു. അവർ പോരുന്ന വഴിയിൽ വെച്ച് ഓഹരിയായത് വിധിച്ച് പാവങ്ങൾക്കായി നീക്കിടുന്നു. അതെ, ഒരിക്കൽ കോഴിക്കോട് വെച്ച് ഒരു മുതലാളി 2 ലക്ഷം രൂപ ഉസ്താദിന്റെ കയ്യിൽ നൽകുകയാണ്. കോഴിക്കോട് നിന്നും കുണ്ടൂരിലേക്കുള്ള ആ യാത്രയിൽ വെച്ച് തന്നെ ആ കാശെല്ലാം ഉസ്താദ് ഓഹരി വെക്കുന്നു. പാവപ്പെട്ടവർക്കായി, യതീം മക്കൾക്കായി, അഗതികൾക്കായി എല്ലാവർക്കും ഓഹരി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 ലക്ഷം രൂപയും തീർന്നു. വെണ്ണിയൂരിലെത്തിയപ്പോൾ വണ്ടിയിൽ എണ്ണയടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കയ്യിൽ കാശില്ല. അവസാനം കടം വാങ്ങി ഈ എണ്ണയടിക്കേണ്ട ഗതി. 2 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ടും ഒരു നയാ പൈസ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി കരുതാതെ എല്ലാം സമൂഹത്തിനായി സമർപ്പിക്കുന്ന ആ വിശാല മനസ്കത വല്ലാത്ത അത്ഭുതം തന്നെയായിരുന്നു ഉസ്താദിന്റെ ജീവിതം. ധാരാളം കറാമത്തുകൾ ഉസ്താദ് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നും അത് പുലർന്നുകൊണ്ടിരിക്കുന്നു. ഉസ്താദിന്റെ ഓരോ പ്രവചനവും ഇന്നും സത്യമായി വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഉസ്താദ് കവരത്തി ദ്വീപിൽ സന്ദർശനത്തിനെത്തിയ സമയം ഇറാഖിന്റെ തെരുവോരങ്ങളിൽ പിടിഞ്ഞു വീഴുന്ന മുസ്ലിം സഹോദരന്മാരെ ഓർത്ത് ലോക മുസ്ലിങ്ങൾ കണ്ണീർ തൂകുന്ന സമയമായിരുന്നു അത്. ആ ഒരു ദുഃഖവും അവിടുത്തെ പ്രവർത്തകർ ഉസ്താദിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചോരച്ചാലുകളായി മാറും തെരുവോരമായി ഇറാഖിൻ മണ്ണിന്ന് ബോംബുകൾ ഭീതി വിതയ്ക്കുന്നു. ബോംബുകൾ ഭീതി വിതയ്ക്കുന്നു.
അനാഥ മക്കളിതാ കണ്ണീരൊഴുക്കും കഥാ പൊലിയുന്നു ജീവൻ സദാ കാണാൻ വയ്യല്ലോ വേദാ അനാഥ മക്കളിതാ കണ്ണീരൊഴുക്കും കഥാ പൊലിയുന്നു ജീവൻ സദാ കാണാൻ വയ്യല്ലോ വേദാ ചോരച്ചാലുകളായി മാറും തെരുവോരമായി ഈറാക്കിൻ മണ്ണിന്ന് ബോംബുകൾ വീതി വിതയ്ക്കുന്നു ബോംബുകൾ വീതി വിതയ്ക്കുന്നു. ഉസ്താദേ, ഇറാഖിന്റെ തെരുവോരങ്ങളിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ പട്ടാളി പിങ്കരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ചോരപ്പുഴ ഒഴുകുന്ന തെരുവുകളും അർത്ഥനാദങ്ങളും ധീനവിലാപങ്ങളും മാത്രമാണ് അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. കുരുന്നു മക്കളെ അനാഥകളാക്കി ഭാര്യമാരെ വിധവകളാക്കി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ വിളയാട്ടത്തിന് ഒരു അറുതി വേണം ഉസ്താദേ. ആ പ്രവർത്തകരുടെ വേദന നിറഞ്ഞ അപേക്ഷയ്ക്ക് മറുപടിയായി ഒരു കുറിപ്പ് എഴുതി കൊടുക്കുകയാണ് ഉസ്താദ്. എന്താണ് ആ കുറിപ്പിലുള്ളത്? ലോക പോലീസതിൻ അധിപന വിലസും കോരൻ ബുഷ് ഏറെ ലഭിച്ച് മടങ്ങുന്നതാ ഉസ്താദെഴുതിയതും പുലരുന്നു അന്നൊരു നാളിൽ മുൻതത സദറിൻ നേരിലതിച്ച് പരിഹാസ്യനായി ബുഷ് മടങ്ങുന്നു പരിഹാസ്യനായി ബുഷ് മടങ്ങുന്നു. ലോക പോലീസതിൻ അധിപന വിലസും കോരൻ ബുഷ് ഏറെ ലഭിച്ച് മടങ്ങുന്നതാ ഏറെ ലഭിച്ച് മടങ്ങുന്നതാ. ഉസ്താദ് അതിൽ എഴുതുകയാണ്, ബുഷ് എരപ്പൻ ഏറെ കെട്ടിപ്പോട്ടെ. കാസിം വലിയുള്ളാഹിയുടെയും മറ്റു മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് ആമീൻ എന്നെഴുതി ഉസ്താദ് അതിൽ ഒപ്പുവെക്കുന്നു. അവിടുത്തെ ചില പ്രവർത്തകരെ കൊണ്ട് അതിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്യുന്നു. 2003 എഴുതി കൊടുത്ത ഈ കുറിപ്പ് 2008 ആകുമ്പോഴേക്കും പുലരുന്ന കാഴ്ചയാണ് പിന്നെ നാം കാണുന്നത്. ഇറാഖ് സന്ദർശനത്തിനായി എത്തിയ ബുഷിന് നേരെ വാർത്താ സമ്മേളനത്തിനിടയിൽ തദാ സദർ എന്ന് പറയുന്ന ഒരു ധീര ചെറുപ്പക്കാരൻ തന്റെ 2 ഷൂവുകളും എടുത്ത് ബുഷിന് നേരെ എറിയുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. അതെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരൊരു വാക്ക് പറഞ്ഞാൽ അതിവിടെ സംഭവിച്ചിരിക്കും. കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ ഇത്തരം ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നിരവധി കേസുകളിൽ കുടുങ്ങി നട്ടം തിരിയുന്ന ഒരു പാവം സഹോദരൻ മലപ്പുറം കോടതിയിലും എറണാകുളം ഹൈക്കോടതിയിലുമെല്ലാം കയറിയിറങ്ങി സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ആ പാവം മനുഷ്യൻ. മാസം തോറും കോടതിയിൽ ഹാജരാകണം. കേസ് നടത്തുന്ന വക്കീലന്മാർക്ക് ഭീമമായ സംഖ്യ ഫീസ് നൽകണം. കേസ് നടത്തി കടം കയറിയ മനുഷ്യൻ തലപ്പാറ PKS തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തന്റെ മനസ്സിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമെന്ന് അപേക്ഷിച്ചപ്പോൾ തങ്ങൾ കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കുണ്ടൂർ ഉസ്താദ് വലിയ മഹാനാണ്. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ശാന്തി നൽകുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു. നിങ്ങൾ ഉസ്താദിനെ പോയി കാണണം. ഉസ്താദിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അവതരിപ്പിക്കണം. ആ മനുഷ്യൻ പ്രതീക്ഷയോടെ കുണ്ടൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഉസ്താദിൻ ചാരത്തേക്ക് അവരന്ന് ചെല്ലുന്നു. സങ്കട ദുഃഖങ്ങളെല്ലാം അവരുരയ്ക്കുന്നു. സഹോദരമുസ്താദെന്ന് വിവരങ്ങൾ കേൾക്കുന്നു. പുഞ്ചിരി തൂകുന്നു പുഞ്ചിരി തൂകുന്നു. നീറുന്ന മനസ്സുമായി അദ്ദേഹം ഉസ്താദിന് മുമ്പിൽ തന്റെ വിഷമങ്ങളെല്ലാം അവതരിപ്പിച്ചു. സമാധാനം നഷ്ടപ്പെട്ട് വേദനയോടെ ജീവിക്കുന്ന ആ പാവം മനുഷ്യന്റെ ഹൃദയ നൊമ്പരങ്ങൾ ഉസ്താദ് അയാളുടെ മുഖത്തു നിന്നും വായിച്ചെടുത്തു. ഒരു സ്വാത്വികന്റെ മുമ്പിൽ തന്റെ കഥന ഭാരങ്ങൾ ഇറക്കി വെച്ച സന്തോഷത്തിൽ അയാൾ നെടുവീർപ്പിട്ടു.
കീശയിലെ ഡയറി വാങ്ങാനായി ഉസ്താദിൻ കാരം നീളലായി സന്തോഷമായി നൽകിയിടലായി. കീശയിലെ ഡയറി വാങ്ങാനായി ഉസ്താദിൻ കാരം നീളലായി സന്തോഷമായി നൽകിയിടലായി. ഡയറി വാങ്ങുന്നു ഉസ്താദ് പേനയെടുക്കുന്നു. കേസ് വേണ്ടെന്നെഴുതി താഴെ സൈൻ ചെയ്യുന്നു. ഹാജി മടങ്ങുന്നു സന്തോഷമാകുന്നു. ഉസ്താദിൻ ചാരത്തേക്ക് അവരന്ന് ചെല്ലുന്നു. സങ്കട ദുഃഖങ്ങളെല്ലാം അവരുരയ്ക്കുന്നു. സാഗൂതമുസ്താദന്ന് വിവരങ്ങൾ കേൾക്കുന്നു. പുഞ്ചിരി തൂകുന്നു പുഞ്ചിരി തൂകുന്നു. തന്റെ കീശയിൽ കിടക്കുന്ന ഡയറി വാങ്ങുകയാണ് ഉസ്താദ്. കേസ് വേണ്ട എന്നെഴുതി ഉസ്താദ് അതിന് താഴെ ഒപ്പുവെക്കുന്നു. ശേഷം അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്നു. ആ മനുഷ്യൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അടുത്ത കേസിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ചിന്തയിൽ കിടക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വീടിന്റെ പടി കയറി വരുന്നത്. പോസ്റ്റ്മാൻ തന്റെ കൈകളിലേക്ക് നീട്ടിയ കത്ത് വാങ്ങുമ്പോൾ ആശങ്കയും അദ്ദേഹത്തിന്റെ മനസ്സിൽ വേലിയേറ്റം സൃഷ്ടിച്ചിരുന്നു. കത്ത് പൊളിച്ചു വായിച്ചു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. കണ്ണുകളിൽ വിസ്മയം നിറഞ്ഞു. മറുഭാഗക്കുറിപ്പാണതിലുള്ളത് കേസിനി തുടരുന്നില്ലെന്നാണ്. അതിനായി രമ്യമാം പരിഹാരം കണ്ടെത്തിടാമെന്നുള്ളത് വായിച്ചു അവരന്ന്. സന്തോഷമാൽ അൽഹംദ് ചൊല്ലുന്നു. മറുഭാഗക്കുറിപ്പാണതിലുള്ളത് കേസിനി തുടരുന്നില്ലെന്നാണ്. അതിനായി രമ്യമാം പരിഹാരം കണ്ടെത്തിടാമെന്നുള്ളത് വായിച്ചു അവരന്ന്. സന്തോഷമാൽ അൽഹംദ് ചൊല്ലുന്നു. ഉറക്കം കെടുത്തിയ കേസുകളെല്ലാം എതിർ കക്ഷി പിൻവലിക്കുകയാണത്രേ. അദ്ദേഹത്തിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നത്തിൽ പോലും കരുതാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാം കുണ്ടൂർ ഉസ്താദിന്റെ കറാമത്തെ. പ്രിയമുള്ളവരെ, ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി സദാസമയവും ഓടി നടന്ന് ത്യാഗത്തീച്ചുള്ളകളേറെ താണ്ടിയ ആ ജീവിതം ഇന്ന് 7 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പ്രായത്തിന്റെ ആവശ്യതകൾ ഉസ്താദിനെ ക്ഷീണിതനാക്കിയിരിക്കുന്നു. ആയുസിന്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് പല അടയാളങ്ങളിലൂടെയും ഉസ്താദ് കാണിച്ചു തരികയാണ്. തനിക്ക് വേണ്ടി കബർ കുഴിപ്പിച്ചും ഔഷധ സ്ഥാപനങ്ങളുടെ ഭരണം പുതിയ കമ്മിറ്റിയെ ഏൽപ്പിച്ചും ഉസ്താദ് അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. മരണം മുൻകൂട്ടി കണ്ടുള്ള തയ്യാറെടുപ്പുകൾ. ആ വിശുദ്ധ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. രോഗബാധിതരായി ഹോസ്പിറ്റലിൽ കഴിയുന്നു. സ്നേഹജനങ്ങൾ സന്ദർശനത്തിനായി ഒഴുകുന്നു. പരലോകയാത്രക്കൊരുങ്ങുകയാണുസ്താദന്ന്. ഫിർദൗസിലേക്ക് ചെന്നെത്താനായി വെമ്പൽ കൊള്ളുന്നു. പരലോകയാത്രക്കൊരുങ്ങുകയാണുസ്താദന്ന്. ഫിർദൗസിലേക്ക് ചെന്നെത്താനായി വെമ്പൽ കൊള്ളുന്നു. കുണ്ടൂർ ഉസ്താദ് രോഗബാധിതനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത കാട്ടുതീ പോലെ കാതുകളിൽ നിന്നും കാതുകളിലേക്ക് പടർന്നു. ഉസ്താദിന്റെ രോഗവിവരം കേട്ടറിഞ്ഞ് നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും പ്രവർത്തകർ ഹോസ്പിറ്റലിലേക്ക് കുതിക്കുകയാണ്, തപിക്കുന്ന ഹൃദയവുമായി. പക്ഷേ ആ രോഗക്കിടക്കയിലും സേവനാനിരതനായിരിക്കുന്ന കുണ്ടൂർ ഉസ്താദിനെയാണ് പ്രവർത്തകർക്ക് കാണാൻ സാധിക്കുന്നത്. താൻ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതന്റെ മകളുടെ കല്യാണമുണ്ടെന്നറിഞ്ഞപ്പോൾ 10 പവൻ സ്വർണം നൽകി ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലും സേവനത്തിന്റെ ഉദാത്തമായ മാതൃക കാണിച്ചു തന്ന സൂര്യ തേജസ്. മരണത്തിന്റെ കാലിച്ചക്ക് കാതോർക്കുന്ന ആ ജീവിതാന്ത്യത്തിലും മദീനയെ കുറിച്ച് കേട്ടപ്പോൾ മദീനയിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ സഹോദരനോട് മുത്തുനബിയോട് എന്റെ ഒരു സലാം പറയണേ എന്ന് പിടയുന്ന ഹൃദയത്തോടെ പറഞ്ഞ ആ പ്രവാചക പ്രേമി. ഒരു ആശിക്കിന്റെ ഹൃത്തടത്തിൽ സദാസമയം ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തിരുനബിയോടുള്ള സ്നേഹത്തിന്റെ അടങ്ങാത്ത അലിയൊലിയാണ് ആ രോഗശൈലിയിലും ഉസ്താദിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ഉസ്താദിന്റെ രോഗം മാറ്റമില്ലാതെ തുടരുകയാണ്.
എല്ലാവരുടെയും മുഖത്തും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. സമയം 3 മണി കഴിഞ്ഞു. ഉസ്താദ് മക്കളെ അടുത്ത് വിളിച്ച് തന്റെ അവസാന അഭിലാഷം അറിയിക്കുകയാണ്. പരലോക യാത്രക്കൊരുങ്ങിടും മുമ്പെനിക്ക് ആശയുണ്ടൊന്ന് നിങ്ങൾ കേൾക്കണം. ശൈഖുന കാന്തപുരമേ പിയുസ്താദോരെ പുണ്യപ്പു മുഖമൊന്ന് കാണണം. പുണ്യപ്പു മുഖമൊന്ന് കാണണം. പരലോക യാത്രക്കൊരുങ്ങിടും മുമ്പെനിക്ക് ആശയുണ്ടൊന്ന് നിങ്ങൾ കേൾക്കണം. ശൈഖുന കാന്തപുരമേ പിയുസ്താദോരെ പുണ്യപ്പു മുഖമൊന്ന് കാണണം. പുണ്യപ്പു മുഖമൊന്ന് കാണണം. അതെ, വിശുദ്ധ ദീനിനു വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ എനിക്കൊന്ന് കാണണം. ആ സ്നേഹസ്പർശമേറ്റ് വേണം എനിക്ക് റബ്ബിന്റെ സവിധത്തിലേക്ക് മടങ്ങാൻ. ഉസ്താദിന്റെ അവസാന അഭിലാഷം മക്കൾ നിറവേറ്റി കൊടുക്കുകയാണ്. തിരക്കുകൾക്കിടയിലും മക്കളുടെ ഫോൺ വിളി കേട്ട് കാന്തപുരം ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തി. തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ തലോടിയും സ്നേഹാദരങ്ങൾ നൽകിയും AP ഉസ്താദ് കുറെ നേരം അവിടെ ചിലവഴിച്ചു. അസ്ഹാബുൽ ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ച് ആ നെറ്റിത്തടത്തിലൂടെ മന്ത്രിച്ചൂതി. സമയം മഗ്‌രിബോട് അടുത്തിരിക്കുന്നു. ഉസ്താദിനെ കാണാനായി വൈലത്തൂർ ബാബ മുസ്ലിയാരും താനാളൂർ അബ്ദു മുസ്ലിയാരും അടക്കം നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ ആദരങ്ങളിൽ നിന്നും യാസീനിന്റെ മന്ത്രധ്വനികൾ ഉയരുന്നു. ആ വിശുദ്ധാത്മാവിനെ യാത്ര അയച്ചു നൽകാൻ നിരവധി പണ്ഡിതന്മാരും സാദാത്യങ്ങളും. എല്ലാവരുടെ ആദരങ്ങളിൽ നിന്നും യാസീനിന്റെ മന്ത്രധ്വനികൾ ഉയരുന്നു. ആ വിശുദ്ധാത്മാവിനെ യാത്ര അയച്ചു നൽകാൻ നിരവധി പണ്ഡിതന്മാരും സാദാത്യങ്ങളും സ്നേഹജനങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഖുർആനിന്റെയും തഹ്ലീലിന്റെയും ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ആ വിശുദ്ധാത്മാവ് ഭൗതിക ലോകത്തു നിന്നും പറന്നകലുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒളിലെങ്കും പോമുഖം വിട്ട് പിരിഞ്ഞു. ഒരുപാട് നയനങ്ങൾ കണ്ണീർ ചൊരിഞ്ഞു. ആത്മീയ ജ്യോതിസാം കൊണ്ടോരുസ്താദ് യാത്ര പറഞ്ഞിടുന്നു. നയനം നനവാൽ നിറഞ്ഞിടുന്നു. ഒളിലെങ്കും പൂമുഖം വിട്ടു പിരിഞ്ഞു. ഒരുപാട് നയനങ്ങൾ കണ്ണീർ ചൊരിഞ്ഞു. ആത്മീയ ജ്യോതിസാം കൊണ്ടോരുസ്താദ് യാത്ര പറഞ്ഞിടുന്നു. നയനം നനവാൽ നിറഞ്ഞിടുന്നു. 2006 മാർച്ച് 28 ചൊവ്വാഴ്ച സൂര്യാസ്തമയ നേരത്ത് ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഒരു വിശുദ്ധ കാലഘട്ടത്തിന്റെ പര്യവസാനം. ഉസ്താദിന്റെ മരണവാർത്ത അറിഞ്ഞ് ദുഃഖം സഹിക്കാനാവാതെ സുന്നി കൈരളി കുണ്ടൂരിലേക്ക് ഒഴുകുകയാണ്. എല്ലാവരുടെയും മുഖത്തും വേർപാടിന്റെ കഥനഭാരം. എങ്ങും ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം. ഉസ്താദിന്റെ പൂമുഖം ഒരു നോക്ക് കാണാനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന സ്നേഹജനങ്ങൾ. വേദനയിൽ പിടന്ന ഹൃദയവും നിറഞ്ഞൊഴുകുന്ന കണ്ണീരുമായി പ്രവർത്തകരുടെ നിലക്കാത്ത പ്രവാഹം. ഒരു സ്നേഹനിധിയായ പിതാവിനെ നഷ്ടപ്പെട്ട വേദനയിൽ ആകുല ചിത്തരായി നിൽക്കുന്ന യതീം മക്കൾ, അഗതികൾ, സ്ഥാപനത്തിലെ അന്തേവാസികൾ. ഉസ്താദിന്റെ ധന്യ ജീവിതത്തിൽ എല്ലാവരുടെ മുഖത്തും ദുഃഖത്തിന്റെ നിഴലാട്ടം. ഉസ്താദിന്റെ ധന്യ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച കുണ്ടൂരിലെ തെരുവോരങ്ങളും വയലേലകളും അന്ന് കണ്ണീർ പൂക്കൾ ചൊരിഞ്ഞു. കണ്ണുനീർ പൂക്കൾ ചൊരിഞ്ഞു വ്യസനമാൽ ആകെയും ഈറേനണിഞ്ഞു ദുഃഖമാൽ. കണ്ണുനീർ പൂക്കൾ ചൊരിഞ്ഞു വ്യസനമാൽ ആകെയും ഈറേനണിഞ്ഞു ദുഃഖമാൽ. ശാന്തി പകരാനാരിണിയ ശൈഖനാ
كل حين أنت كنا سيرنا ശാന്തി പകരാനാരിനിയാ ശൈഖനാ كل حين أنت كنا سيرنا كل حين أنت كنا سيرنا كل حين أنت كنا سيرنا. ആ ധന്യ ജീവിതം മണ്ണോട് ചേരാനിരിക്കുകയാണ്. പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും ആബാലവൃദ്ധം സ്നേഹജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ഔസിയായി യത്തീംഖാനയുടെ ചാരത്ത് കേരവൃക്ഷങ്ങളുടെ തണലിൽ കുണ്ടൂർ ഉസ്താദിനുള്ള അന്ത്യവിശ്രമ സ്ഥലം ഒരുങ്ങുന്നു. സമയം 8:30. ജനാസ നിസ്കാരം ആരംഭിച്ചു. ആ വിശുദ്ധാത്മാവിനുള്ള അവസാന യാത്രയയപ്പ്. നിരവധി തവണ നടന്ന ജനാസ നമസ്കാരത്തിന് ശേഷം ആ പുണ്യ ശരീരം പതിയെ ഖബറിലേക്ക് താഴുകയാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കപ്പെടും. ഇനി ഒരു നാൾ ആ മണ്ണിൽ നിന്നും നിങ്ങളെ നാം പുനർജീവിപ്പിക്കും. പ്രിയരി, ഷേഖുന കുണ്ടൂർ ഉസ്താദിന്റെ വിശുദ്ധ ജീവിതത്തിലെ ധന്യ നിമിഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുണ്ടൂർ ഉസ്താദിനോടൊപ്പം അവന്റെ സ്വർഗീയ ആരാമത്തിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും.